വരനന്വേഷിച്ച ആളുകൾ വരുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് അയൽക്കാരായി പീഡികത്തിണ്ണയിലിരുന്ന് പള്ളിയുടെ ഉമ്മറപ്പടിയിലൊക്കെ ഇരുന്നിട്ട് കല്യാണം മുടക്കുന്ന കുറച്ച് കാക്കമാരും ആജിമാരും കുറച്ച് നാട്ടുകാരും ഇവരൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ പോയിട്ട് എന്താ പറയാ? പാവം ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം നയിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോ അതിനെതിരെ കത്തിവെച്ച് കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകൾക്ക് ശ്രദ്ധിച്ചോളൂ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടിയായി, ഒരു ബൂമറാങ്ങായി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വരാതെ നിങ്ങൾക്ക് മരിച്ചു പോവാൻ കഴിയില്ല. ആരൊക്കെയാണോ സമൂഹത്തിൽ ഇതുപോലെയുള്ള കല്യാണം മുടക്കികളായി ജീവിക്കുന്നത്, നിങ്ങളുടെ മക്കളിലൂടെ ഇതിന്റെ പ്രയാസം അനുഭവിക്കാതെ മരിച്ചു പോകൂല. ഒന്നുകിൽ നിങ്ങളുടെ മക്കളിലൂടെ, നിങ്ങൾ വിചാരിക്കും എന്റെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, ഇനി മറ്റുള്ളവരുടെ കല്യാണം മുടക്കി സന്തോഷിച്ച് ജീവിക്കാമെന്നുള്ള ചിന്തയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ആ പേരക്കുട്ടികൾ ഒരു പക്ഷേ നിങ്ങളുടെ മക്കളെക്കാളും സ്നേഹത്തോടെ ആയിരിക്കും നിങ്ങൾ വളർത്തുന്നത്. ആ പേരക്കുട്ടികളുടെ കല്യാണ സമയം വരുമ്പോഴാണ് ഒരു പ്രയാസം എന്താണ്, കല്യാണം മുടക്കുന്നവരുടെ പ്രയാസം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങളും നിങ്ങളുടെ മക്കളുടെ ജീവിതവും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകുമ്പോഴാണ് നിങ്ങൾ മുടക്കിയ കല്യാണത്തെ കുറിച്ച് ഓർത്ത് വിലപിക്കാനും കണ്ണീരൊഴിക്കാനും നിങ്ങൾക്ക് സമയം കിട്ടുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, കല്യാണം മുടക്കുന്ന പണിക്ക് നിങ്ങൾ നിൽക്കരുത്. എത്രയോ ചെറുപ്പക്കാര് പെണ്ണ് കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവർ ചെയ്ത് തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ അവർ ചെറുപ്പത്തിൽ പ്രേമിച്ചില്ല എന്നുള്ളതാണ്. ഒരു ദീനിയായി ജീവിച്ചു എന്ന കാരണത്താൽ